നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഓണാഘോഷത്തിൽ നാട്. സ്ഥാപനങ്ങളിലും കൂട്ടായ്മകളിലും കളറായി ഓണാഘോഷം. മുതുവറ സെന്ററിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് വൈദ്യുതി തൂണിലിടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. അളഗപ്പ മിൽ ഉൾപ്പെടെയുള്ള NTC മില്ലുകൾ 6 വർഷം പിന്നിട്ടിട്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ ലേബർ കോൺഗ്രസ് രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 15 തണൽ ഓണാഘോഷം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG ജോജു അധ്യക്ഷനായിരുന്നു. തണൽ പ്രസിഡന്റ് വർഗീസ്, ഷൈനി ജോജു, ചാൾസ് തൃക്കൂക്കാരൻ, KG ജിമ്മി, ലീലാഭായ്, ജോസഫ് പുളിക്കൽ, അംഗനവാടി വർക്കർ രേഖ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 14 വാർഡ് കടമ്പോട് വയോജന ക്ലബ്ബ്, ആനന്ദ കലാസമിതി വായനശാല, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR റെനി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ പ്രബീഷ്, KG നിത, എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി, വയോജന ക്ലബ്ബ് പഞ്ചായത്ത് തല പ്രസിഡന്റ് TD ശ്രീധരൻ, വാർഡ് തല പ്രസിഡന്റ് PU സിറിയക്, ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, പ്രസന്ന സുകുമാരൻ, KV ഷൈജു, അംഗനവാടി വർക്കർ PV ഷാലി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഓണസദ്യയും ഉണ്ടായി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്പിളിയം സൗഹൃദ 116 നമ്പർ അംഗൻവാടിയിലെ ഓണാഘോഷം ശ്രദ്ധേയമായി. പഞ്ചായത്ത് അംഗം ലില്ലി, ബേബി, വർക്കർ വനജ, ഹെൽപ്പർ വിജയ, ALMSC അംഗങ്ങൾ, ആശാ വർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വരന്തരപ്പള്ളി AHS 1953 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പള്ളിക്കുന്ന് വികാരി ഫാദർ ആൻഡോ ചിരിയങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. KG അനിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, സെക്രട്ടറി KC ഗോപാലൻ, ജോൺസൺ തുടങ്ങിയവർ സന്നിഹിതരായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ ചേർന്ന് ആരംഭിച്ച കൊച്ചു സ്റ്റേഷനറി കടയ്ക്ക് KK രാമചന്ദ്രൻ MLA അപ്രതീക്ഷിതമായി ഉദ്ഘാടകനായപ്പോൾ അതൊരു കൗതുക കാഴ്ചയായി. ചോക്ലേറ്റുകൾ, കളിപ്പാട്ടങ്ങൾ, സ്റ്റിക്കറുകൾ, പേനകൾ, റബ്ബറുകൾ, പെൻസിലുകൾ, ഷാർപ്പനറുകൾ തുടങ്ങി കുട്ടികളെ ആകർഷിക്കുന്ന നിരവധി സാധനങ്ങളുമായാണ് ഈ കൊച്ചു കട ഒരുക്കിയിരിക്കുന്നത്. വഴിയിലൂടെ കടന്നു പോകുന്നതിനിടെ കട ശ്രദ്ധയിൽപ്പെട്ട KK രാമചന്ദ്രൻ MLA കുട്ടികളുടെ സംരംഭത്തെ അഭിനന്ദിക്കുകയും യാദൃശ്ചികമായി കട ഉദ്ഘാടനം ചെയ്യുകയുമായിരുന്നു. ഓണത്തെ വരവേൽക്കുന്നതിനോടൊപ്പം കുട്ടികളിൽ സംരംഭകത്വ മനോഭാവവും കൂട്ടായ പ്രവർത്തനശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊച്ചു സംരംഭത്തിന് തുടക്കമിട്ടത്. എൽവിന മെൽവിൻ, ഇവാന മെൽവിൻ എന്നിവരോടൊപ്പം കുട്ടികളുടെ അമ്മയായ ഷാഖി പോൾ, മറിയം, ക്രിസ്റ്റിൻ പോൾ, ലിസി, സിനോൾ തുടങ്ങിയ കുടുംബാംഗങ്ങളാണ് ഈ വേറിട്ട സംരംഭത്തിന് പിന്നിൽ. ചെങ്ങന്നൂർ തണൽ പുഞ്ചിരി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് വർഗീസ് മോയലിനെ ആദരിച്ചു. ക്ലബ് സെക്രട്ടറി CV അനിൽകുമാർ, ട്രഷറർ തങ്ക മാധവൻ, പഞ്ചായത്ത് അംഗം ലിനി ബിജു, മുൻ വാർഡ് അംഗം തോബി തോട്ട്യാൻ, പത്മിനി സുന്ദരൻ, തണൽ പുഞ്ചിരി ക്ലബ് ജോയിന്റ് സെക്രട്ടറി സുന്ദരൻ പടിയത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുഞ്ചിരി ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിന്റെ നാട് മറവാഞ്ചേരിയുടെ 5ാമത് ഓണാഘോഷത്തിന്റെ ഭാഗമായി അജിത് വിഷ്ണു സ്മാരക ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. രാജാ ഗ്രൗണ്ടിലാണ് ആവേശകരമായ മത്സരം അരങ്ങേറിയത്. കിഴക്കേ ദേശവും പടിഞ്ഞാറേ ദേശവും തമ്മിൽ ഏറ്റുമുട്ടി. ചടങ്ങിൽ പഞ്ചായത്തംഗങ്ങളായ ശ്രീജ രാജേഷ്, ജോയ് മുന്നളി, ഇന്ത്യനാട് രക്ഷാധികാരി രാജ്കുമാരി, പ്രോഗ്രാം കൺവീനർ ബിജു മറാശ്ശേരി, സാബു പായമൽ, ലിജി കുണ്ടുകുളം എന്നിവരും ഗോകുൽകുട്ടൻ തണ്ടേക്കപ്പറമ്പിൽ, രജീഷ് ഐനക്കത്തറ, അഭിഷേക് പറമ്പത്ത് എന്നിവരും പങ്കെടുത്തു. BKMU അളഗപ്പനഗർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ നിർവഹിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, ജോയിന്റ് സെക്രട്ടറി ജയന്തി സുരേന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VK വിനീഷ്, VK കരുണാകരൻ, VR രാജൻ, സുരേന്ദ്രൻ നാലുമടത്തിൽ, PK അജീഷ് എന്നിവർ പങ്കെടുത്തു.
BKMU തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദൂരിൽ ചെണ്ടുമല്ലി പൂകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PM നിക്സൺ, പഞ്ചായത്ത് സെക്രട്ടറി KL ജോർജ്, പ്രസിഡന്റ് ശിവരാമൻ പൂണിശ്ശേരി, VK സുലൈമാൻ, MP സന്ദീപ്, ജിനേഷ് കുമാർ, ജയരാജ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇനി ബിസിനസ് ന്യൂസ്. സാധാരണക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഇലക്ട്രിക് ഓട്ടോ നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ മോണ്ട്ര ഇലക്ട്രിക് ഇനി ചാലക്കുടിയിലും. കല്യാൺ മോണ്ട്രയുടെ പുതിയ ഷോറൂം ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരത്തുകൾ കീഴടക്കി മുന്നേറുന്ന മോണ്ട്ര ഇലക്ട്രിക് EPL 2.0 R സൂപ്പർ ഓട്ടോയുടെ ജില്ലയിലെ അംഗീകൃത ഡീലറായ കല്യാൺ മോണ്ട്രയുടെ ചാലക്കുടി ഷോറൂമിന്റെ ഉദ്ഘാടനം ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലീസ് ഷിബു നിർവഹിച്ചു. കല്യാൺ മോണ്ട്ര ചെയർമാൻ രാജു KR സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ചാലക്കുടി ഷോറൂമിൽ നിന്നുള്ള ആദ്യ ബുക്കിംഗിലൂടെ വാഹനം സ്വന്തമാക്കിയ ബിന്ദു മുരളി ദമ്പതികളും റാഫിയും മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ ഏറ്റുവാങ്ങി. 2023 മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ സ്വന്തമാക്കിയ ഉപഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. മോണ്ട്ര ഇലക്ട്രിക്കിന്റെ രാജ്യത്തെ നമ്പർ 1 ഡീലർക്കുള്ള അവാർഡ് കല്യാൺ മോണ്ട്ര ജനറൽ മാനേജർ സ്റ്റാൻലിൻ സണ്ണിക്ക് മാനേജിംഗ് ഡയറക്ടർ വിവിൻ രാജു സമ്മാനിച്ചു. കല്യാൺ മോണ്ട്ര സ്റ്റേറ്റ് സെയിൽസ് ഹെഡ് പീറ്റർ, മാനേജിംഗ് ഡയറക്ടർ വിവിൻ രാജു, ഏരിയ മാനേജർ സർവീസ് സ്റ്റീവോ തോമസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ITIക്ക് എതിർവശത്താണ് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോയുടെ വിപണനവും സർവീസുമായി കല്യാൺ മോണ്ട്രയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഒറ്റ ചാർജിൽ 200-ലേറെ കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയ്ക്ക് 63 കിലോമീറ്റർ വരെ പരമാവധി വേഗതയും ലഭിക്കുന്നു. 3,90,000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസുള്ള ഈ വാഹനം 39,999 രൂപ ഡൗൺ പേയ്മെന്റിലും സ്വന്തമാക്കാം. ചാലക്കുടിക്ക് പുറമെ പൂങ്കുന്നത്തും നടത്തറയിലും മികച്ച സർവീസ് ലഭ്യമാക്കുന്ന കല്യാൺ മോണ്ട്ര 5 വർഷം ബാറ്ററി വാറണ്ടിയും വാഗ്ദാനം ചെയ്യുന്നു. സൂപ്പർ ഷീൽഡ് എക്സ്റ്റൻഡ് ഓഫറിലൂടെ 6 വർഷത്തെ വാറണ്ടി സ്വന്തമാക്കാനും ഉപഭോക്താക്കൾക്ക് അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7736129555. സ്ഥിരമായ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ചാലക്കുടിയ മണ്ണിൽ നിന്ന് ഒരു പുതിയ ചുവടുവെപ്പ്. ഇലക്ട്രിക് മൊബിലിറ്റിയുടെ പുതിയ സാധ്യതകളുമായി നമ്മുടെ പുതിയ കല്യാൺ മോണ്ട്ര ചാലക്കുടി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചെറിയൊരു കാറിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. കംപ്ലീറ്റ് മെറ്റൽ ബോഡിയാണ്, അത്ര വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് ലെഗ് സ്പേസ് ഉണ്ട്. ബാക്കിലാണെങ്കിലും സീറ്റ് മാറ്റിയിട്ട് ഒരു ഫ്രിഡ്ജ് വരെ കയറ്റി കൊണ്ടുപോകാം. അത്ര സൗകര്യമുള്ളൊരു വണ്ടിയാണ്. 160 എങ്ങനെ ഓടിച്ചാലും കിട്ടും. 206 കമ്പനി പറയുന്നത്. പക്ഷെ എന്നാലും 180, 190 വരെ കിട്ടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പുതിയ ഇലക്ട്രിക് വണ്ടികളിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാനില്ല. സ്പെയർ പാർട്സിന്റെ നോൺ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുവിധം 99% പരിഹരിച്ചിട്ടുണ്ട്. ചാലക്കുടിയിൽ ഇത് 3ാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചാലക്കുടി നഗരസഭയോട് ചേർന്ന് അതേപോലെ തന്നെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും പ്രമുഖമായ റെയിൽവേ സ്റ്റേഷൻ റോഡിനോട് ചേർന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷപ്പേട്ട ഉൾപ്പെടെയുള്ള ഒരു പ്രമുഖമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ സ്ഥാപനം ഇന്നിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് തോമസ് അമ്പുക്കൻ. എൻ്റെ വീട് അഷ്ടമിത്തറയ്ക്ക് അടുത്ത് കോൾക്കുന്നിലാണ്. ഞാൻ പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ എന്നുദ്ദേശിച്ചാണ് ഞാൻ വാഹനത്തിലേക്ക് തിരിഞ്ഞത്. പ്രത്യേകിച്ച് എൻ്റെ മകൾക്ക് നല്ല സുഖമില്ലാത്തതിൻ്റെ പേരിൽ മോളെ ഇങ്ങോട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ എനിക്കൊരു വീൽ ചെയർ വെച്ചുകൊണ്ട് പോകാനുള്ളൊരു സൗകര്യമുള്ളൊരു വണ്ടി വേണം. അതുകൊണ്ട് ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്തത് ഇലാഹാബാദ്. അപ്പൊ എല്ലാ ചാലക്കുടിക്കാർക്കും വലിയൊരു നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കല്യാൺ മോണ്ട്ര നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ITI ജംഗ്ഷനിലാണ് നമ്മുടെ പുതിയ ഷോറൂം വരുന്നത്. ഈ ചാലക്കുടി തന്നെ തിരഞ്ഞെടുത്ത് ആദ്യത്തെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ്. ഇനിയും കുറെ കസ്റ്റമേഴ്സ് ആവശ്യം പറയുന്നുണ്ട്. അപ്പൊ അവർക്കും ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സെയിൽസും സർവീസും രണ്ടും ഇവിടെ തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ടി എടുക്കാനായിട്ട് തൃശ്ശൂർ വരെ പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സർവീസിനായിട്ടും ഇവിടെ തന്നെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു വിജയമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.
രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി 2020 മാർച്ച് 23 അടച്ചുപൂട്ടിയ അളഗപ്പ മിൽ ഉൾപ്പെടെയുള്ള NTC മില്ലുകൾ 6 വർഷം പിന്നിട്ടിട്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടിയുണ്ടായിട്ടില്ലെന്ന് ലേബർ കോൺഗ്രസ് ആരോപിച്ചു. മില്ലുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും സംഘടന വ്യക്തമാക്കി. അടച്ചിട്ട 23 മില്ലുകളിൽ അളഗപ്പ മില്ലും ഒളരി പുല്ലടിയിലെ കേരള ലക്ഷ്മി മില്ലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിലാണ്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി മില്ലുകൾ തുറക്കുന്നതിനായി ഇടപെടണമെന്നും തൊഴിലാളി കുടുംബങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അളഗപ്പ ടെക്സ്റ്റൈൽസ് ലേബർ കോൺഗ്രസ് യൂണിയൻ ജനറൽ സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മിൽ അടച്ചുപൂട്ടുന്ന സമയത്ത് 350 സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടെ 750 പേർ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 184 സ്ഥിരം ജീവനക്കാർ മാത്രമാണുള്ളത്. ഇവർക്ക് ലഭിച്ചിരുന്ന സമാശ്വാസ വേതനം ഉൾപ്പെടെയുള്ള ശമ്പളം 11 മാസമായി മുടങ്ങിയിരിക്കുകയാണെന്നും ഓണക്കാലത്തും കുടിശ്ശിക നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും സംഘടന ആരോപിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് 1.5 വർഷമായി അർഹമായ ഗ്രാറ്റുവിറ്റി ലഭിച്ചിട്ടില്ലെന്നും ESI പരിധി കഴിഞ്ഞ ജീവനക്കാർക്ക് ചികിത്സയ്ക്കായി പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പരാതിയുണ്ട്. ഇതിനും പുറമെ അർഹമായ ബോണസും ലീവ് എൻകാഷ്മെന്റും തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും തൊഴിലാളി സംഘടന ആരോപിച്ചു. മിൽ ഉടൻ തുറന്നു പ്രവർത്തിക്കുകയും തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും അടിയന്തരമായി അനുവദിക്കുകയും വേണമെന്നാണ് ലേബർ കോൺഗ്രസിന്റെ ആവശ്യം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുതുവറ സെന്ററിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് വൈദ്യുതി തൂണിലിടിച്ച് അപകടം. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 3 കോഴിക്കോട് സ്വദേശികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മീനാക്ഷി, വിജിന, ശിവദത്ത് എന്നിവരെ മുതുവറ ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വൈദ്യുതി വിതരണവും നെറ്റ്വർക്ക് സംവിധാനവും തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണിന്റെ ഇരുമ്പ് ഭാഗം ബസിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. KCB അധികൃതരും പേരാമംഗലം പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 11 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487512622 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഓഫീസറുടെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ യോഗ്യരായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. MBBS-ഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അപേക്ഷ ഫോൺ നമ്പർ സഹിതം ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 31 2 മണിക്ക് മുൻപായി ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്ന രീതിയിൽ സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, പാടി PO എന്ന വിലാസത്തിലോ chc.mattatur@gmail.com എന്ന മെയിൽ ID-യിലോ അയക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 9497889681. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15,030 രൂപ, പവന് 1,20,240 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വടാന്തോൾ ഇടശ്ശേരി പന്തല്ലൂക്കാരൻ പൈലോത് ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരി, റോസിലി, സിസിലി, അന്തോണിക്കുട്ടി, ആനി, ജെസ്സി എന്നിവർ മക്കളും. വർഗീസ്, വിക്ടോറിയ, ഷാജു, പരേതരായ ജോണി, ഡേവിസ്, ആൻറ്റു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണാഘോഷത്തിൽ നാട്. സ്ഥാപനങ്ങളിലും കൂട്ടായ്മകളിലും കളറായി ഓണാഘോഷം. മുതുവറ സെന്ററിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് വൈദ്യുതി തൂണിലിടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. അളഗപ്പ മിൽ ഉൾപ്പെടെയുള്ള NTC മില്ലുകൾ 6 വർഷം പിന്നിട്ടിട്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാത്തതിനെതിരെ ലേബർ കോൺഗ്രസ് രംഗത്ത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്.
വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും NCTVnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.